ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആണെങ്കിൽ മിത്ര ആകെ പനിച്ച് വിറച്ച് കിടക്കാണ്. നമ്മുടെ ആര്യനാണെങ്കിൽ മിത്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മിത്രനെ പറയുന്നുണ്ട്, നീ പനിച്ച് വിറച്ച് കിടക്കേണ്ട കാരണമൊക്കെ എനിക്കറിയാം, ഇതിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ, അതെ എനിക്കിപ്പോ പേടിയൊന്നുമില്ല, പക്ഷെ ഉറങ്ങാൻ കിടന്നപ്പോ ഒരുപാട് ദുസ്വപ്നങ്ങൾ കണ്ടു, അതുകൊണ്ടാണ് പേടി തോന്നി എന്ന് പറയുമ്പോൾ, ഞാൻ നിന്റെ കൂടെയില്ല മിത്ര, എത്ര പറഞ്ഞാലും നിനക്ക് എന്താ മനസ്സിലാവുന്നത്, നീ പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല. പിന്നെ ഇന്ന് കോളേജിലേക്കൊന്നും എടുത്തു ചാടി പോകണ്ട കേട്ടോ, ഇന്ന് ഫുൾ നീ പൊതച്ചു മൂടി ഇവിടെ കിടന്നാ മതി. ആര്യ, ഒരു സഹായം ചെയ്യാവോ? എന്താ മിത്ര? അതെ, അപ്പച്ച അടുക്കളയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗ്ലാസ് കാപ്പി ഇട്ടുതരാൻ പറയാവോ? അതിനെന്താ, ഞാൻ തന്നെ ഇട്ടിട്ടരാലോ എന്ന് പറഞ്ഞിട്ട് ആര്യൻ അടുക്കളയിലേക്ക് പോവാണ്. മിത്രക്ക് വേണ്ടി കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. മിത്രക്ക് കൊടുക്കുന്നുണ്ട്. മിത്ര അത് കുടിച്ചിട്ട് പറയുന്നത്, ഹായ് സൂപ്പർ ആയിട്ടുണ്ട് പറയുമ്പോ, പിന്നെ നീ ചുമ്മാ പറയാണ്, ഇല്ല ആര്യ നല്ല ടേസ്റ്റ് ഉണ്ട്, ഈ കാപ്പി കുടിച്ചാലേ എന്റെ പനി പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞിട്ട് ആ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശാണെന്നുണ്ടെങ്കിൽ മീനാക്ഷിയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് രാവിലെ തന്നെ ഉടുത്ത് കെട്ടി ഇങ്ങനെ ഇരിക്കാട്ടോ. അപ്പൊ കടയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന രീതിയിലാണ് ആകാശ് നിൽക്കുന്നത്. മീനാക്ഷി ചോദിക്കണ്ടല്ല, സാധാരണ ഞാൻ റെഡിയായി കഴിഞ്ഞാണല്ലോ ആകാശ് റെഡി ആവുന്നത്, ഇന്ന് എന്ത് പറ്റി കടയിലേക്ക് നേരത്തെ പോകണമെന്ന് ചോദിക്കുമ്പോ, അതെ മീനാക്ഷി നിനക്ക് ഉത്തരവാദിത്വമില്ല, എനിക്കതുണ്ട്. അച്ഛനിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട കാര്യം നീ മറന്നുപോയോ? അയ്യോ ഞാനത് മറന്നുപോയി. അതാ പറഞ്ഞത് എന്റെ ഉത്തരവാദിത്വ ബോധം, എനിക്ക് കടയിൽ പോയിട്ട് വേണം അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് എന്ന് ആകാശ് പറയുമ്പോഴേക്കും മീനാക്ഷി പറയണ്ടല്ല, അച്ഛനതിനെ സമ്മതിക്കോ? അതിന് അച്ഛൻ സമ്മതിക്കായി എന്താണ്, അച്ഛൻ സമ്മതിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മീനാക്ഷി പോകാൻ പോകുമ്പോഴേക്കും ദേവി പറയണ്ട, ഹോ മീനാക്ഷിയുടെ ജോലി എന്ത് എളുപ്പം ജോലിയാണ്, വെറുതെ സർക്കാർ ഇവിടെ ഓഫീസിലേക്ക് പോവാ, അവിടെ പോയിട്ട് കുറച്ച് ഫയലൊക്കെ നോക്കുക, വെറുതെ ഇരിക്കുക, കാപ്പി കുടിക്കുക, വെറുതെ ഇരിക്കുക. ആഹാ, ദേവിയടുത്തേക്ക് നല്ല ബോധമാണല്ലോ. എന്റെ ദേവിയടുത്ത് അവിടെ പോയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമെന്നില്ല, വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സാലറി കിട്ടുള്ളൂ എന്ന് പറയാണ്. ആ എന്നാലും സർക്കാർ ഉദ്യോഗസ്ഥല്ലേ, വെറുതെ ഇരിക്കാനൊക്കെ പറ്റും എന്ന് പറയാണ്. അല്ല ഇത്ര നേരിട്ടും മിത്രനെ കണ്ടില്ലല്ലോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോ, ആ അത് ശരിയാണല്ലോ മേ, മിത്ര എവിടെ പോയി, ഇന്ന് അവൾക്ക് കോളേജ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, അയ്യോ അവൾക്ക് ഇത് കോളേജൊക്കെ ഉണ്ട്, എവിടെ പോയെന്ന് അറിയില്ലല്ലോ, ഇനിയിപ്പോ എഴുന്നേറ്റിട്ടുണ്ടാവില്ലേ, ആ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടി റൂമിൽ പോയി നോക്കുമ്പോ ആര്യൻ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ മിത്രയുടെ തലയൊക്കെ ഇങ്ങനെ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുമായിരിക്കോട്ടോ. അത് കണ്ടുകൊണ്ട് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ മോൾക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ആര്യൻ പറയണ്ട, അത് ചെറിയൊരു പനിയാണമ്മേ എന്ന് പറയുമ്പോ തന്നെ ദേവി തൊട്ട് നോക്കാണ്, ഇതാണ് ചെറിയ പനി, നല്ല പനിയുണ്ടല്ലോ എന്ന് പറയുമ്പോ ഗോമതിയും പറയണ്ട, അതേ മോനെ നല്ല പനിയുണ്ട്, ഹോസ്പിറ്റലിൽ വരെ പോയാലും മോളെ എന്ന് പറയണ, വേണ്ട ഇത് കുറഞ്ഞോളും എന്ന് പറയണ. അല്ല ഇതെന്താ പെട്ടെന്നൊരു പനി പിടിക്കാനായിട്ട് എന്ന് ദേവി ചോദിക്കാണ്. പനി പിടിക്കാൻ അങ്ങനെ കാരണമൊക്കെ വേണോ, എനിക്ക് രാത്രിയായപ്പോ ഒരു കുഴപ്പമുണ്ടല്ലോ കൊച്ചിനെ, പെട്ടെന്ന് രാവിലെ എങ്ങനെ പനി വന്നു എന്നൊക്കെ ദേവി ചോദിക്കാണ്. ആര്യനോട് ചോദിക്കുമ്പോ ആര്യം പറയണ്ട, അയ്യോ അത് വേറൊന്നല്ല ഏടത്തി, ഇവൾക്ക് പരീക്ഷ പനിയാ. പരീക്ഷ പനിയോ? അതെന്ത് പനി? ഇവൾക്ക് പരീക്ഷയൊക്കെ അടുത്തല്ലോ, അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന പനി. ഓ അപ്പോഴേക്കും മീനാക്ഷി പാടും, ഓ അതിനെ മിത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, പിന്നെ എന്തിനാ പേടിക്കണത്, എന്റെ ഇടത്തെ എത്രയൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞാലും പരീക്ഷയ്ക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ പനിയായത് എന്ന് പറയാണ്. ഓ അങ്ങനെയാണോ, ആ ഇപ്പൊ മനസ്സിലായെന്ന് ദേവി പറയാണ്. അപ്പോഴേക്കും നമ്മുടെ മിത്രയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. മെസ്സേജ് വരുമ്പോ തന്നെ ഇങ്ങനെ ദേവി പറയണ്ട, മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു എന്ന് പറയാണ്. മിത്ര മെസ്സേജ് നോക്കാൻ പോകുമ്പോഴേക്കും ആര്യം പറയണ്ട, മിത്ര ഫോൺ തരാവോ എന്ന് ചോദിക്കുകയാണ്. ദേവി ചോദിക്കണ്ട, ആഹാ ഇത് കൊള്ളാലോ, മിത്രയുടെ ഫോൺ ആരും നോക്കാറൊക്കെ ഉണ്ടോ എന്ന് പറയുമ്പോ, പിന്നെ ഭാര്യയുടെ ഫോൺ ഇപ്പൊ ഭർത്താവ് നോക്കിയാൽ എന്താ കുഴപ്പം, അപ്പൊ ഗോമതി വേണ്ട, അത് നല്ല കാര്യം കേട്ടോ, ഭാര്യയും ഭർത്താവ് അയക്കഴിഞ്ഞാൽ ഒന്നിലും ഒരു മറ പാടില്ല, പാസ്വേഡ് ഒന്നും ഇടാൻ പാടില്ല, നിങ്ങൾക്ക് രണ്ടു ഫോൺ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊന്നും ഇല്ലെന്ന മക്കളെ അർത്ഥം, ഇങ്ങനെ തന്നെ ആവണം എന്ന് പറയാണ്. അങ്ങനെ ആരും ഫോൺ നോക്കുമ്പോഴേക്കും അത് വേറെ ആരുടെ മെസ്സേജ് അല്ല, മിഥുന്റെ മെസ്സേജ് ആട്ടോ. മിത്രക്ക് അയച്ചിരുന്ന മെസ്സേജ് ആണ്. ആര്യനപ്പം മിത്രനെ നോക്കുമ്പോൾ മിത്രക്ക് മനസ്സിലായി അത് മിഥുന്റെ മെസ്സേജ് ആണെന്ന്. ദേവി ചോദിക്കണ്ട, എല്ലാരും ആരാ മെസ്സേജ് അയച്ചത്, അതോ അതിവളുടെ ഒരു ഫ്രണ്ടാ, ഇന്ന് കോളേജിൽ വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചതാ. ഓ ഏട്ടാ ആരും തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്ക്, മിത്രയുടെ കൊടുക്കും, അവള് റിപ്ലൈ കൊടുത്തോളും, മിത്ര റിപ്ലൈ എന്താ വെച്ചാൽ കൊടുക്കും മിത്ര, അത് ഞാൻ പിന്നെ കൊടുത്തോളാം. അങ്ങനെ പറ്റില്ല, കൂട്ടുകാരത്തെ മിത്രനെ കാണാത്തോണ്ടല്ലേ വിഷമിച്ചല്ലേ വിളിക്കുന്നത്, റിപ്ലൈ കൊടുക്കും മിത്ര എന്ന് ദേവി പറയാണ്. ആര്യ ഫോൺ താ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുകയാണ്. ശേഷം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ റിപ്ലൈ കൊടുക്ക് എന്നൊക്കെ ദേവി പറയാണ്. ഓ ഈ ദേവി എടുത്ത് എന്നെയും കൊണ്ടേ പോകും എന്നൊക്കെ മിത്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ. അങ്ങനെ മിത്രയുടെ സ്വഭാവത്തിലൊക്കെ ദേവിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങാണ്. അതേസമയം ആകാശാണെന്നുണ്ടെങ്കിൽ കടയിലേക്ക് പോകുന്നുണ്ട്. കടയിലേക്ക് പോകുന്ന സമയത്ത് ബാലൻ ഒരു കുന്നു ജോലി ആകാശിന്റെ തലയിൽ വെച്ച് കൊടുക്കാട്ടോ. എടാ ഇന്ന് ചരക്ക് വരുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടാവണം കേട്ടോ, എന്തായാലും ചരക്കും കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കാനായിട്ട് വേണം. ആനന്ദ് ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ പറഞ്ഞു വിട്ടേക്കുവാണ്, അപ്പൊ അവനത് കഴിഞ്ഞിട്ട് താമസിക്കും, അപ്പൊ നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറയുമ്പോ ആകാശ് പറയണ്ട, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്,
എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ബാലൻ ചോദിക്കുമ്പോ അച്ഛ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോകും. നേരത്തെ പോകുന്നു എവിടേക്ക്? വീട്ടിലേക്കോ? നിനക്ക് എന്താ നല്ല സുഖമില്ലേ? സുഖമില്ലാഞ്ഞിട്ടല്ല അച്ഛാ, എനിക്ക് ഇന്ന് നേരത്തെ പോണം, ഒരു സ്ഥലം വരെ പോവാനുണ്ട്. സ്ഥലം വരെയോ? എവിടെയാ? മീനാക്ഷിനെ കൊണ്ടുവരാനാണോ? അത് നിങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകുവാണോ? അയ്യോ കറങ്ങാനൊന്നുമല്ല അച്ഛാ, മീനാക്ഷിയുടെ കൂടെയൊന്നും അല്ല. പിന്നെ പിന്നെ നീ എവിടെയാ പോണത്? അത് അച്ഛാ മീനാക്ഷിയുടെ അച്ഛനായി ഇന്ന് ചെക്കപ്പ് ഉള്ളതാണ്, എനിക്കൊന്ന് അവിടെയും വരെ പോകണമായിരുന്നു എന്ന് പറയുമ്പോ, ഓ ഇതിപ്പോ എല്ലാ ദിവസവും നീ തന്നെയാണല്ലോ അങ്ങോട്ട് പോണത്. അല്ല നീ ഇല്ലാത്ത സമയത്ത് ഇയാൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നുണ്ടായിരുന്നില്ലേ എന്ന് ബാലൻ ചോദിക്കുമ്പോ, അച്ഛാ അന്ന് മീനാക്ഷിയുടെ അച്ഛന് ഇത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴല്ലേ ഇത്ര അസുഖമൊക്കെ വന്നത്. മീനാക്ഷിയുടെ അച്ഛന് ഒറ്റക്ക് പോകാൻ പറ്റില്ല, അതിന് മീനാക്ഷിക്ക് അമ്മയില്ലേ, അമ്മ പോയില്ലേ. അത് അമ്മക്ക് എങ്ങനെയാച്ചാ ഓരോ സ്ഥലത്ത് ഓടി ഇറങ്ങി നടക്കാൻ പറ്റുക? നമ്മളെ പോലെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ അമ്മക്ക് പറ്റുമോ? അതുകൊണ്ട് എനിക്ക് പോണോ അച്ഛാന്ന് പറയണം. ഓ നീ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, ഇനി ഞാൻ എന്ത് പറയാനാ? എന്താ വെച്ചാ ആയിക്കോന്ന് പറയണം. അച്ഛൻ അങ്ങനെ പറയില്ല. അച്ഛൻ പറഞ്ഞാ പോണില്ലെങ്കിൽ ഞാൻ പോണ്ടെന്ന് വെക്കും. അല്ല നീ ഇന്നലെ പോയപ്പോ ആള് പോകാന്നൊക്കെയല്ലേ പറഞ്ഞത്, പോയിട്ട് വാ എന്ന് ബാലൻ പറയാണ്. അങ്ങനെ ആകാശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും മീനാക്ഷിയുടെ അച്ഛൻ വീണ്ടും വീണ്ടും ആകാശിനോട് പറയാണ്, ആകാശേ ഞാൻ ഇനി പഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ നീ തലയാട്ടിയല്ലോ, അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചായിരുന്നോ? ഇല്ല അച്ഛാ ഒന്നും തീരുമാനിച്ചില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നാളെ തന്നെ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണം. എന്നിട്ട് ബാങ്ക് കോഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ PSC ടെസ്റ്റിന്റെ കോച്ചിങ്ങോ എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോയിട്ട് 1 വർഷം 2 വർഷം എടുത്താലും സമയമില്ല, നന്നായിട്ട് പഠിച്ചിട്ട് ഒന്ന് എക്സാം എഴുതി നോക്ക്. ചിലപ്പോൾ നിനക്കും ഗവൺമെന്റ് സർവീസിൽ കയറാൻ പറ്റിയാലോ? അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ടെന്ന് പറയണം. ആലോചിച്ചാ പോരാ, ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് അറിയാവുന്ന നല്ലൊരു കോച്ചിങ് സെന്റർ ഉണ്ട്, അവിടേക്ക് തന്നെ ഞാൻ നിന്നെ വിടാം. അത് അച്ഛൻ്റെ ബുദ്ധിമുട്ടാവില്ലേ? എനിക്കോ? എന്ത് ബുദ്ധിമുട്ട്? ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്താന്ന് മോൻ അറിയാവോ? അത് നമുക്ക് ഭക്ഷണമല്ലേ? അല്ല മോനെ, തെറ്റി. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്. വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാം, ഏത് ജോലിയും ചെയ്യാം. നമുക്ക് എവിടെയും തല ഉയർത്തി നിൽക്കണമെങ്കിൽ നമുക്ക് അടിസ്ഥാന ഘടകം വിദ്യാഭ്യാസമാണ് മോനെ. മോനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. അച്ഛാ എനിക്ക് പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്. അപ്പൊ മോനൊരു കാര്യം ചെയ്യും, മീനാക്ഷി അടുത്ത് ഞാൻ പറഞ്ഞോളാം, അവൾക്ക് ആ കോച്ചിങ് സെന്റർ അറിയാം, അവിടെ തന്നെ നാളെ പോയി ജോയിൻ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറത്തെ ക്ലാസ് ഉണ്ടാവുള്ളൂ, പോയി പഠിച്ചിട്ടൊക്കെ വാ. ശരി അച്ഛാ, ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പൊ ഞാൻ മീനാക്ഷി അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്ന് മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട്. ആകാശിന് സന്തോഷമാവാണ്, പഠിക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ആകാശ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും മീനാക്ഷി പറയുന്നുണ്ട്, അല്ല ആകാശ് ഇന്ന് അച്ഛൻ ആകാശിനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പറഞ്ഞായിരുന്നു, പഠിക്കുന്ന കാര്യത്തെ കുറിച്ചല്ലേ. ആകാശ് എന്ത് തീരുമാനിച്ചു? എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കണം ആകാശ്, കോച്ചിങ് സെന്റർ അല്ലേ, അത് 2-3 മണിക്കൂറിലെ ക്ലാസ്സേ ഉള്ളൂ. അയ്യോ 3-4 മണിക്കൂറൊക്കെ ഉണ്ടോ? 2 മണിക്കൂറല്ലേ ഉണ്ടാവുള്ളൂ. എന്റെ ആകാശേ, അവര് പറയുന്ന സമയത്ത് വേണം നമ്മൾ പോവാനായിട്ട്. അപ്പൊ കടയും വീടും കടയും പഠിത്തവും കൂടെ ഒരുമിച്ച് നടക്കില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ നടക്കുള്ളൂ എന്ന് മീനാക്ഷി പറയുമ്പോ, അത് അച്ഛനോട് പറയണ്ടേ? അച്ഛനോട് പറയണം. അച്ഛനെന്താ ഇഷ്ടക്കുറവെന്നുണ്ടാവോ? അല്ല ഞാനിപ്പോ പഠിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞാൽ അച്ഛന് ചിലപ്പോ ഒരു വിഷമം തോന്നിയാലോ, ഒരു കുറ്റബോധം തോന്നിയാലോ? അച്ഛൻ കാരണമാണോ ഇനി ഞാൻ പഠിത്തം നിർത്തിയെന്നൊക്കെ ഒരു കുറ്റബോധം. അത് സത്യമല്ലേ? അച്ഛൻ പറഞ്ഞിട്ടല്ലേ ആകാശ് പഠിക്കാതിരുന്നത്. പക്ഷെ അച്ഛനെ വിഷമമാവില്ലേ? അതുകൊണ്ട് അച്ഛനോട് ചോദിച്ചിട്ട് നാളെ വേണമെങ്കിൽ കോച്ചിങ് സെന്ററിൽ കയറാം. എന്നാൽ ഞാൻ പോയി ചോദിക്കാം എന്ന് മീനാക്ഷി പറയുമ്പോൾ, വേണ്ട ഞാൻ തന്നെ ചോദിച്ചോളാം എന്ന് പറയണം. എന്തായാലും ആകാശ് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അതിനെ ചൊല്ലി ദേവിയും ബാലനൊക്കെ ശരിക്കും വറുത്ത് എടുക്കാൻ പോണേ ഉള്ളൂ ആകാശിന്. അതിനി അടുത്തന്നെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.